ഈ പാരഗ്രാഫിൻ്റെ തുടക്കം ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ്. എന്താ ചോദ്യം? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എന്താണ് ആ സ്ത്രീകൾ പറഞ്ഞത് എന്നുണ്ട് അല്ലേ? അതിൽ അതിൻ്റെ 23 പേജിൻ്റെ ലാസ്റ്റാണ് എന്താണ് ആ സ്ത്രീകൾ പറഞ്ഞതെന്ന്. ഇനി അപ്പോൾ 24 പേജിൻ്റെ ഫസ്റ്റിൽ എന്താണുള്ളത്? ആ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞപ്പോൾ സുലൈഖ ബീവി എന്താണ് ചെയ്തത്? അതിൻ്റെ ആൻസറാണിത്. ഫദഅത്ത് ഹുന്ന ഇലാ ഖസ്രിഹ. അപ്പോൾ സുലൈഖ ബീവി ആ സ്ത്രീകളെ അവളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ടോ ക്ഷണിക്കുക മാത്രമാണ് ചെയ്തത്? അല്ല, അതൊക്കെ ഉത്തരങ്ങൾ പെട്ടതാണ്. വഅഅതദത് ലഹുന്ന തആമൻ യുഖ്തഅ ബിസ്സിക്കീനി. കത്തി കൊണ്ട് മുറിച്ച് തിന്നുന്ന ഭക്ഷണം അവർക്ക് തയ്യാറാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വാതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന. എന്നിട്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്തു? ആ സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഓരോ കത്തി നൽകുകയും ചെയ്തു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഉഖ്റുജ അലൈഹിന്ന, അവർക്കിടയിലൂടെ പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ ഫലമ്മാ റഅയ്നഹു, അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടോ ആൻസർ കഴിഞ്ഞു. ഇനി ഫലമ്മാ റഅയ്നഹു, അവർ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഖത്തഅന ഐദിയഹുന്ന, അവരുടെ കരങ്ങളെ, അതായത് വിരലുകൾ അല്ലേ, അവർ മുറിച്ചു കളഞ്ഞു. വലം യശ്ഉർന, അവരറിയാതെ അങ്ങോട്ട് കൈകൾ മുറിഞ്ഞു പോയത് അവർ അറിഞ്ഞില്ല എന്നർത്ഥം. വഖുൽന, അവർ പറഞ്ഞു, മാഹാദ ബഷറ, ഇതൊരു മനുഷ്യനെ അല്ല, ഇൻഹാദ ഇല്ലാ മലക്കും കരീം, ഇത് ആദരണീയനായ ഒരു മലക്കല്ലാതെ മറ്റാരുമല്ല എന്ന് അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഖാലത്ത്, അപ്പോൾ ഈ അവസരത്തിൽ സുലൈഖ ബീവി പറഞ്ഞു, ഫദാലികുന്നല്ലദീ തുന്നനീ ഫീഹ്, അപ്പോൾ നിങ്ങൾ എന്നെ ആക്ഷേപിച്ച സംഗതി മനസ്സിലായല്ലോ. അപ്പോൾ ഞാനായതുകൊണ്ട് ഇത്രയും കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു, നിങ്ങളാണെങ്കിലോ സഹിച്ച് പിടിച്ചെന്ന് പോന്നു. വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂന മിനസ്സാഗിരീൻ, ഞാൻ ആജ്ഞാപിക്കുന്നത് ചെയ്തില്ലെങ്കിൽ അവൻ ജയിലിലടക്കപ്പെടുക തന്നെ ചെയ്യും, അവൻ തരം താഴ്ന്നവർ നിസ്സാരക്കാരിൽ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് വന്നപ്പോൾ, ഒരു നിവൃത്തിയും ഇല്ല എന്ന സാഹചര്യം വന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട്, തൻ്റെ രക്ഷിതാവിനോട്, നാഥനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? ഖാല യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, പറഞ്ഞു, എന്താ? റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിൻഹു, അതിനേക്കാൾ അവർ ക്ഷണിക്കുന്ന അവരുടെ ഈ ഒരു പ്രവൃത്തിയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലറയാണ് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫസ്തജാബ ലഹു, അള്ളാഹു തആല അദ്ദേഹത്തിന് ഉത്തരം നൽകി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ഫസുജിന ബി അംരിഹ, അങ്ങനെ സുലൈഖ ബിയുടെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ചെയ്തു. വലബിസ ഫീഹി, അങ്ങനെ ആ ജയിലിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി താമസിച്ചു. ഇസ്നത്തൈഅശറത സനതൻ, 12 കൊല്ലം. ഇതൊരു ചോദ്യത്തിന് ആൻസറാണ് അല്ലേ? ജയിലിൽ എത്ര കാലമാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഫസ്റ്റ് സെക്ഷനിലെ 7ാമത്തെ ചോദ്യം, മുദ്ദത്തുൽ ലുബ്സി യൂസുഫ് അലൈഹി സ്വലാം ഫിസ്സിജിനി കം ഹിയ, അതിൻ്റെ ആൻസറാണ്. എന്താണ് മുദ്ദത്ത്? എത്രയാണ് പീരീഡ്? എത്രയാണ്? ലബിസ ഫിസ്സിജിനി 12 സനതൻ വദഖല മഅഹു, അദ്ദേഹത്തോടൊപ്പം പ്രവേശിച്ചു ഫതയാനി ലിൽ മലിക്ക്, രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജോലിക്കാരായിട്ടുള്ള 2 സേവകന്മാർ, 2 ചെറുപ്പക്കാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ജയിലുണ്ടായിരുന്നു. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമുണ്ട്, ഗൗരവകരമായ കുറ്റമുണ്ട്. അത് തെളിയിക്കപ്പെട്ടോ ഇല്ലേ അത് വേറെ വിഷയം. അപ്പോൾ അവരും എന്ത് ചെയ്തു?
പിന്നെ ജയിൽ മോചിതരായി അല്ലേ? ആ സംഭവങ്ങളൊക്കെ പുസ്തകം പറഞ്ഞതല്ലോ. ഓക്കെ. കാല അഹദുഹുമ, അവർ രണ്ടിൽ ഒരാൾ പറഞ്ഞു, യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, റഅയ്തു ഫിൽ മനാമി അസ്റു ഖംറ, ഞാൻ സ്വപ്നത്തിൽ ലിൽ മലിക്കിലെ രാജാവിന് വീഞ്ഞ് നൽകുന്നത്, ആ പഴയ ജോലി അല്ലേ, അത് കണ്ടു. വഖാലൽ ആഖറു, മറ്റേയാൾ പറഞ്ഞു, റഅയ്തു അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻഹു നബ്ബിനാ ബിതഅവീലി, എൻ്റെ തലയിൽ ഞാൻ റൊട്ടിയേറ്റ് വഹിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? പക്ഷികൾ അതിൽ നിന്ന് കഴിക്കുന്നു. ഇതിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് നൽകിയാലും. കാല യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, അമ്മ അഹദുക്കുമാ ഫയസ്കി മലികഹു ഖംറ, അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് കൊട്ടാരത്തിൽ ആ പഴയ ജോലി കിട്ടും, നിങ്ങൾ ജോലി കിട്ടും. വഅമ്മല്ലാഖറു, മറ്റേയാളോ, ഫയുസ്ലബു, അയാൾ ക്രൂശിക്കപ്പെടും, കുരിശിലേറ്റപ്പെടും. ഫതഅകുലു മിർ റഅസിഹി ത്വയ്റു, എന്നിട്ട് അയാളെ തലയിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കും. ഫഖാല, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു. ഇവിടെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്, അതാണ് ഞാൻ മുകളിൽ നേരത്തെ വിട്ടത് പരിഭാഷ കേട്ടോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇതിനിടയിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതും അവർക്ക് ഉള്ള നസീഹത്തും കാര്യങ്ങളൊക്കെ, അവരെ പാകപ്പെടുത്തിയെടുക്കുന്ന രീതികളൊക്കെ അവിടെ ഉണ്ട്. മാ റഅയ്നാ ഷൈഅൻ ഫഖാല, മാ റഅയ്നാ ഷൈഅൻ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ. വിശദീകരണം കേട്ടപ്പോൾ അവരെന്താ പറഞ്ഞ്? മാ റഅയ്നാ ഷൈഅൻ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഫഖാല, അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖുളിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ രണ്ടുപേരും വ്യാഖ്യാനം തേടിയിട്ടുള്ള ഇക്കാര്യത്തിൽ തീരുമാനം വന്നു കഴിഞ്ഞു. ഐ വഖഅ ഹാദ, അത് സംഭവിച്ചാൽ അത് നടന്നു കഴിഞ്ഞു, ഞാൻ ഒരു നിവൃത്തിയില്ല. ലാ മഹാലത്ത, അത് അസംഭവ്യമല്ല, അത് സംഭവിക്കുന്നത് തന്നെയാണ്. ഓഹോ, ഐ വാഖിഉൻ ഹാദ, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ലാ മഹാലത്ത, അത് അസംഭവ്യമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ തദ്രീബാത്ത് എല്ലാവരും എഴുതുക.